ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയാണ്. ഇത് ചെന്നൈ സ്റ്റൈലുള്ള തേങ്ങാച്ചോറാണ്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ അല്ല. അപ്പം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തേങ്ങാച്ചോറ് എന്ന് പറയുമ്പോൾ തേങ്ങ പാലൊക്കെ ഒഴിച്ചിട്ടാണല്ലോ ചെയ്യുക. ഇത് അങ്ങനെയൊന്നും അല്ല, നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് ചെന്നൈയിലെ അമ്മയുടെ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. ലഞ്ചിനൊക്കെ ഉണ്ടാക്കാറുള്ളതായിരുന്നു, നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പം കൊടുത്തയക്കുമായിരുന്നു. അപ്പം അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിനുശേഷം കുറച്ച് കടുക് ഇടണം. 1 ടീസ്പൂണാണ് ഞാൻ ഇടുന്നത്. അതിനുശേഷം ജീരകം ഒരു 1/2 ടീസ്പൂൺ ഇടുക. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾക്കിതിലോട്ട് ഉഴുന്ന് ചേർക്കണം. ഉഴുന്ന് ഒരു 1/2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർക്കുക. അതിനുശേഷം നമ്മൾക്ക് കശുവണ്ടി ചേർക്കാം. ഇത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്യാൻ പ്രശ്നമില്ല. പിന്നെ പച്ചമുളകും വറ്റൽമുളകും കറിവേപ്പിലയും ഇതും കൂടെ ഇടുക. ഞാനൊരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, വലുത്. 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇടാം, കൂടുതലുണ്ടെങ്കിൽ കൂടുതലിടാൻ പ്രശ്നമില്ല. ഇനി നമ്മൾക്ക് വേണ്ടത് തേങ്ങ ചിരവിയതാണ്. തേങ്ങ ചിരവിയത് ഞാനൊരു 1.5 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇപ്പം 1 കപ്പ് ചോറാണ് ഞാൻ എടുക്കുന്നത്, അപ്പോൾ അതിന് 1.5 കപ്പോളം തേങ്ങയാണ് എടുക്കുന്നത്. എന്ന് പറയുമ്പോൾ 1 കപ്പ് വേവിച്ച ചോറിൻ്റെ അളവാണ് പറയണത്. അപ്പോൾ ഇനി തേങ്ങയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ചോറ് ചേർക്കണം. ഞാനിവിടെ നമ്മുടെ ജീരക സാമ്പാർ റൈസ് ഉണ്ടല്ലോ, അതാണ് ജീരകശാല റൈസ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ചോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് സാധാരണ നമ്മുടെ വെള്ള ചോറ് ഉപയോഗിക്കാം, പച്ചരി ചോറ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോറ് ഏതാണെന്ന് വെച്ചാൽ അതിട്ടിട്ട് ഉണ്ടാക്കിയെടുക്കണതാണ് നല്ലത്. പിന്നെ കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക ഇതുപോലത്തെ ബിരിയാണി റൈസോ അതുപോലെ ഇങ്ങനത്തെയൊക്കെ കുഞ്ഞ് റൈസ് ഉണ്ടാവുമല്ലോ, അതോ അല്ലെങ്കിൽ പൊന്നിയരി അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നുക ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇനി റൈസ് ഇട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ, നമ്മുടെ തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഗ്രേവി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇടുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇടുന്നുണ്ട്. പിന്നെ സവാളയും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു തേങ്ങാച്ചോറ് അങ്ങനെ തന്നെ കഴിക്കാം, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല ശരിക്കും പറയുകയാണെങ്കിൽ. അതേപോലെ തന്നെ ഇപ്പം ഉരുളക്കിഴങ്ങ് വറുത്തിട്ട് നമ്മൾ കഴിക്കുമല്ലോ, അങ്ങനെ വേണമെങ്കിലും അത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം. അപ്പം ഇനി ഇതിലോട്ട് പൊടികൾ ഇടണം. മഞ്ഞൾപ്പൊടിയും ഞാൻ കറി മസാല എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു മസാല കിട്ടും, അപ്പോൾ അതാണ് ഇട്ടത്. ഇല്ലയെന്ന് വെച്ചാൽ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഒക്കെ കൂടെ ഇടാം. അതിനുശേഷം പിന്നെ തക്കാളി ചേർക്കുക, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. തക്കാളി നല്ല സോഫ്റ്റായിട്ട് കഴിയുമ്പോഴാണ് ഉപ്പ് ചേർക്കേണ്ടത്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഇടുക. ഇതിപ്പം 1 കപ്പ് റൈസ് അല്ലേ, അപ്പം 2 പേർക്കുള്ളതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് ഓൾറെഡി വേവിച്ച് വെച്ചതാണ്. അത് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് 2-3 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ലഞ്ച് മെനു റെഡി ആയിട്ടുണ്ട്. തേങ്ങാച്ചോറും ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഗ്രേവിയും. ഉരുളക്കിഴങ്ങിൻ്റെ ഗ്രേവി ഇല്ലെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉരുളക്കിഴങ്ങ് വറുത്തതോ വാഴയ്ക്ക വറുത്തതോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം, നമ്മൾക്ക് പ്രശ്നമില്ല. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഗ്രേവി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് വെച്ചതാണ്. അല്ലാതെ തന്നെ തനിയെ കഴിച്ച് നോക്കിയപ്പം അതും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ പ്രസാദമായിട്ടൊക്കെ ഇത് കൊടുക്കാറുണ്ട്. അപ്പം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ അത് പ്ലെയിൻ ആയിട്ടാണ് കൊടുക്കുക, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൂടെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറൈറ്റി ആയിട്ടുള്ളൊരു ലഞ്ച് എന്തായാലും എപ്പോഴും നമ്മൾ ചോറും കറിക്കും പകരം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റും കൂടെ ചെയ്തേക്കുക. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.